രവീന്ദ്രൻ മാസ്റ്റർ ഹിറ്റ്സ് റൗണ്ടിൽ നമുക്ക് ഒരാളെ വിളിച്ചാലോ? തീർച്ചയായിട്ടും. ആരായിരിക്കും അത്? എനിക്ക് എന്റെ നാട്ടുകാരിയാണ്. ആണല്ലേ? തൃശ്ശൂർക്കാരിയാണ്. അപ്പൊ അനുഷ്ക കുട്ടി. നിങ്ങളുടെ ഗടിയാണല്ലേ? നല്ല ക്ലൂ ആയിരുന്നു അല്ലേ? വിളിക്കാലോ. അപ്പൊ നമുക്ക് ഓക്കെ, വെൽക്കം അനുഷ്ക കുട്ടി ഓൺ സ്റ്റേജ്. അല്ല, ഇത് ഗടിയല്ല കേട്ടോ. അല്ലേ? ഇത് മത്സ്യക്കന്യാണ്. മത്സ്യഗടിയാ. തൃശ്ശൂർ എവിടെയാ? കൊടുങ്ങല്ലൂര്. എന്റെ കുന്നംകുളം. ഈ കുന്നംകുളവും കൊടുങ്ങല്ലൂരും തമ്മിൽ യാതൊരു ബന്ധമില്ല. എന്നിട്ടും തൃശ്ശൂരുകാരെന്ന് പറഞ്ഞ ഭയങ്കര ഒരേ ജില്ലയാണല്ലോ. ആ ജില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മളൊക്കെ പാട്ടിന് ജില്ലയിലുള്ള ആൾക്കാരാണ്. എന്റെ ദൈവമേ. ചില സമയത്ത് നിങ്ങൾക്ക് ഇത് പറ്റിപ്പോവേ. സോറി. അത് വല്ലപ്പോഴും ഇവിടെ വരുന്നോണ്ട് തോന്നിയ ഞങ്ങൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. കുട്ടി, എന്തുണ്ട് വിശേഷം? സുഖം. അപ്പൊ നമുക്ക് വർഷം 1987 ഇറങ്ങിയ ആ ചിത്രം ഏതായിരുന്നു? ഒരു മെയ് മാസ പുല്ലരി. മെയ് മാസ പുല്ലരി എന്നുള്ള സിനിമയിൽ സംഗീതം രവീന്ദ്രൻ മാസ്റ്റർ, പാട്ടുകൾ എഴുതിയത് പി ഭാസ്കരൻ മാസ്റ്റർ. ഈ പാട്ട് പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി എന്നുള്ളത് അത് പാടിയത് ചിത്ര ചേച്ചിയാണ്. ഈ സിനിമ രഞ്ജിത്തേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹം കഥ എഴുതിയ സിനിമയാണ്. ബാലേന്ദ്ര മേനോൻ സാറ്, മുരളി സാറ്, പിന്നെ ഷാരി അവരൊക്കെയാണ് അഭിനയിച്ചത്. അപ്പോൾ അസലായിട്ട് പാടാൻ പറ്റട്ടെ. ഇതിൽ വേറൊരു ഹിറ്റ് ഗാനം കൂടി ഉണ്ട്, ഇരുഹൃദയങ്ങളിൽ. ഏകദേശം അതേ സ്റ്റൈലിൽ തന്നെ, പ്രമദവനം. അത് രണ്ടും ഒരേപോലെയാണ് അതിന്റെ പല്ലവി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആർക്കും അത് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ഓൾ ദി ബെസ്റ്റ് അനുഷ്ക കുട്ടി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി.
പൂമ്പാറ്റയായിന്നു മാറി. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത തീമോദ നിർജ്ജരി പോലെ. ജീവന്റെ ജീവനിൽ നിന്നുമൊരജ്ഞാത തീമോദ നിർജ്ജരി പോലെ. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. ചിന്തിയ കൗമാര സങ്കൽപ്പധാരയിൽ എന്നെ മറന്നു ഞാൻ പാടി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. വെരി നൈസ്, വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. പുലർക്കാല സുന്ദര സ്വപ്നത്തില് നമ്മുടെ അനുഷ്ക്ക് ഒരു പൂമ്പാറ്റയായിട്ടല്ല മാറിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മത്സ്യ കന്യകയായിട്ടാണ് മാറിയിരിക്കുന്നത്. ഒരു മേമെയ്ഡിനെ പോലെ ഇല്ലേ, ഞാൻ അതെ, അതെ, പറഞ്ഞില്ലേ അതെ, അതെ, അതെ. അല്ലേ? ശരിക്കും ആ ഒരു ഫീലാണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണല്ലോ. അപ്പോൾ ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു. ഈ പാട്ടിലൂടെ ഞാൻ ജേണി ചെയ്യായിരുന്നു. പക്ഷെ ആ ജേണിയിലൂടെ കൊണ്ടുപോയത് ആരാണ്? ഞാൻ ഞാൻ ഞാനാണ് കേട്ടോ. അതിനൊരു കൈയടി. താങ്ക് യു സർ. പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിട്ട് മാറി. ആര് മാറി? ഞാൻ. അപ്പൊ എന്തു പറ്റി? വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകുമായി പാറി. പാറി. ആര്? അത് ഞാൻ തന്നെ. അപ്പൊ നീരത ശ്യാമള നീല നഭസ്സൊരു ചാരു സരോവരമായി. അതിന്റെ അർത്ഥം എന്താ? നീരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘമാണ്. നീര് തരുന്ന എന്താ? മഴ തരുന്നത് മേഘം. മേഘം. അതുകൊണ്ട് നീരതം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള നീലാകാശം ഒരു വലിയൊരു സരോവരമായി. അതാ. പിന്നെ ചന്ദ്രനും സൂര്യനും താരാഗണങ്ങളും ഇന്ദീവരങ്ങളായി മാറി. താമരകളായി മാറി. ഇന്ദീവരം എന്ന് പറഞ്ഞാൽ നീലത്താമര എന്നൊക്കെ പറയാമെങ്കിലും ശരിക്കത് കരിങ്കൂവളം എന്ന് പറഞ്ഞ പൂവാണ് ഈ ഇന്ദീവരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ആ ഒരു ഇമാജിനേഷനിലാണ് അല്ലെ. പിന്നെന്താ പറയുന്ന? ജീവന്റെ ജീവനിൽ നിന്നും ഒരജ്ഞാത ജീമൂത നിർച്ചരി പോലെ. ജീമൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എന്ന അർത്ഥമുണ്ട്, മേഘം എന്ന അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇടിവെട്ടെന്ന അർത്ഥമുണ്ട്. നിർച്ചരി എന്ന് പറഞ്ഞാൽ ഒരു അരുവി അല്ലെങ്കിൽ നദി എന്ന് പറയുന്ന പോലെ. അപ്പോ പർവ്വതത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളമാകാം, അല്ലെങ്കിൽ മഴയാകാം മേഘം കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് കാണാം. എന്തിൻ്റെ മഴയാണ് അല്ലെങ്കിൽ ഇടിവെട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ ചിന്തിയ കൗമാര സ്വപ്നങ്ങൾ, ഒരു ടീൻസിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളൊക്കെ അതുവഴി വന്നതാണ്. അപ്പൊ അനുഷ്ക അതിലോട്ട് കിടക്കുന്നതാണ്. അപ്പൊ ആ സമയങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ ഇതുപോലെ ചില ഇടിവെട്ടുകൾ ഉണ്ടാവും, മഴകളും പെയ്യും. അതാണ് അതിന്റെ പ്രത്യേകത. ഇത് അനുഷ്കിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, അച്ചുവിന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയാണ്. അപ്പോൾ പണ്ട് രവീന്ദ്ര മാസ്റ്ററുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഇതിന്റെ ആദ്യത്തെ ട്യൂൺ ഭാസ്കരൻ മാസ്റ്റർ ഇങ്ങനെ പാടിയത്, പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. അങ്ങനെയാണ് പാടി കേൾപ്പിക്കുന്നത്. അപ്പോഴാണ് ഈ സൂര്യൻ ഇങ്ങനെ ഉയരല്ലേ, പുലർകാല എന്ന് അങ്ങനെ സാ ടു സാ ഇല്ലേ, അത് കൊണ്ടുവന്നത് ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ രവീന്ദ്ര മാസ്റ്ററുടെയും പി ഭാസ്കരൻ സാറിന്റെയും ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരു വലിയ നമസ്കാരം
നമ്മുടെ എല്ലാവരുടെയും കേട്ടോ. ഇനി പാടിയതിനെ കുറിച്ച് പറയാം. ഉം. ചില ഭാഗങ്ങൾ സുന്ദരമായിരുന്നു അല്ലേ ക്യാപ്റ്റൻ? ബ്യൂട്ടിഫുൾ ആയിരുന്നു. മധു വളരെ സുന്ദരമായിരുന്നു, സമ്മതിക്കുന്നോ? മനോഹരമായിരുന്നു. സമ്മതിക്കുന്നോ? സമ്മതിച്ചു. 100 വട്ടം. 100 വട്ടം സമ്മതിക്കുന്നു. ആ, അച്ചു സമ്മതിക്കുന്നോ? തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. പിന്നെ എന്താ വെച്ചാ ചില ഇടങ്ങളിൽ ശ്രുതി കറക്റ്റായിട്ട് ചേർന്നിട്ടില്ല. ആ. ശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാവിറ്റി പോലെയാണ്. ആ. നമുക്ക് ഗ്രാവിറ്റി കാണാൻ പറ്റുമോ? ഓക്കെ. പറ്റത്തില്ല. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റി ഇല്ലെങ്കിൽ പറക്കും. പറന്നു പോകും. സ്പേസിലൂടെ പറഞ്ഞു നടക്കുന്നുണ്ടോ? സ്പേസ്. പൂമ്പാറ്റയായിട്ട് പറക്കും. അപ്പൊ ശ്രുതി കറക്റ്റായിട്ട് ചേർന്നില്ലെങ്കിൽ അങ്ങനെ സ്പേസിൽ പറന്നു നടക്കുന്ന പോലെയാ, ആ, എവിടെയും നിലയില്ലാത്ത പോലെയാ. നമുക്ക് ശ്രുതിയെ കാണാൻ. ശ്രുതിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ല, ശ്രുതി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടോ? ഞാൻ പറയാം, ക്ലാസ്സില് കണ്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ. ശ്രുതി എന്ന് പറയണ ആരും എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ അങ്ങനെയും കണ്ടിട്ടില്ല. നമ്മുടെ പാട്ടിലും ചില ഭാഗങ്ങളിൽ ശ്രുതി കണ്ടില്ല. പക്ഷെ നമ്മൾ ശ്രുതിയെ കാണണം, ആ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. ഉം. അത് വർണ്ണ ചെറുകുമായി പാറി എന്ന് പാടിയില്ലേ, ആ. അവിടെ ഫ്ലാറ്റ് ആയിട്ട് തോന്നി. ആ, ഓക്കെ. ആ. പിന്നെ ഇപ്പൊ തന്നെ ശ്രുതി കൂട്ടിയിട്ടുണ്ട് അല്ലേ? ആ, കൂട്ടി. ആ, കൂട്ടി. ദാറ്റ് ഇസ് വെരി ഗുഡ്. Yes. എന്താ വെച്ചാ അതാണ് ബലം. എന്താണ് നമ്മുടെ ബലം? അത് പിൻബലമാക്കി മാറ്റണം എന്നുള്ളതാണ്. ഉം. പക്ഷെ അങ്ങനെ ഒരു ടോൺ കൂട്ടുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സാ ടു സാ വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് അവിടെ എത്തുമോ എന്നുള്ളത്, ആ. അല്ലേ? അങ്ങനെയല്ലേ? അത് ഉണ്ടായിരുന്നു. പിന്നെ നീലനഭസ്വരു എന്ന് പാടിയത് ആ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. അതിന് ആ രാഗത്തിന്റെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു അത് പാടിയതില്. ഉം. മലയമാരുതം എന്ന് പറഞ്ഞ രാഗമല്ലേ? അത് സഭാഷായിരുന്നു. ഈ ശ്രുതി കൂട്ടിയെങ്കിലും ബേസ് ഇപ്പോഴും കുറച്ച് കൺവിൻസിങ് അല്ലാതെ പോകുന്നുണ്ട് ചില സാധനങ്ങൾ. അത് സാരമില്ല. ഉം. ബട്ട് നമ്മുടെ സ്ട്രെങ്ത്തിന് നമ്മൾ കളിച്ചു എന്നുള്ളതാണ്. Yes. അതുകൊണ്ട് ഈ പാട്ട് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവാണ്. ആ. അപ്പൊ അനുഷ്ക്ക് നമ്മുടെ മത്സ്യകന്യകയാണ്, ഇന്ന് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. താങ്ക് യു. എനിക്കും ഈ സ്കെയില് മാറ്റിയപ്പോൾ ഉള്ള ഒരു വ്യത്യാസം, ആ ഒരു സ്ട്രെങ്ത് നല്ല രസമായിട്ട് ഫീൽ ചെയ്തു ഇന്നത്തെ പാട്ടിൽ. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ഫ്രം യുവർ താങ്ക് യു സൈഡ്. ചേച്ചി. ഞാനത് പാടി തുടങ്ങിയപ്പോൾ തന്നെ ആലോചിച്ചു, ഓക്കെ ശ്രുതി മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് മനസ്സിലായി, എനിക്ക് അത് ചെയ്തു വെച്ചത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. കാണാനും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ എനിക്ക് ബ്രെത്ത് കുറച്ച് ഇഷ്യൂ ഉള്ള പോലെ തോന്നി. ആ. ശ്വാസം അവസാനം എത്തുമ്പോഴത്തേക്ക് അതെനിക്ക് ഇടയ്ക്ക് ഈ ഉടുപ്പിൻ്റെതാണോ എന്ന് സംശയമുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ വലിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് ടൈറ്റ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ശ്വാസമൊക്കെ എടുത്ത് പാടാൻ പറ്റും കേട്ടോ. വിടുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒരു മെയ് മാസ പുലരിയിലെ പാട്ടാണല്ലോ പാടിയല്ലേ? ആ. അപ്പോൾ ഈ ഒരു മാർച്ച് മാസ സായന്തനത്തിൽ ഈ പാട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. എനിക്കും ഈ പറഞ്ഞ അഭിപ്രായം അതുതന്നെയാണ്. കാരണം ശ്രുതി ആ കംഫർട്ട് സോണിലേക്ക് അത് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് അതിൽ പാടിയതിൽ വളരെ സന്തോഷം. അതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. താങ്ക് യു സർ. പിന്നെ നല്ല സെലക്ഷൻ, ഈ പാട്ടിന്റെ സെലക്ഷൻ അതിന് yes. യെസ്, വെരി Thank ഗുഡ്. you. ഉഗ്രൻ സോങ് ആണ്. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ ബ്രത്ത് ഇഷ്യൂസ്, പിച്ച്, ആ ബ്രത്തിന്റെ പ്രോബ്ലം കൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ പിച്ചിന്റെ ഒരു പ്രോബ്ലം സസ്റ്റെയിൻ നോട്ട്സിൽ കിട്ടുന്നില്ല. അതായത് ഫസ്റ്റ് ആഡ് ലിബ് പാടിയപ്പോൾ അതിന്റെ മാറി എന്ന് പാടിയപ്പോൾ കുറച്ചും കൂടി സസ്റ്റെയിൻ ആവാമായിരുന്നു, കുറച്ചും കൂടി ശ്രുതിയിൽ മാറി ചേരണം എന്ന് എനിക്ക് തോന്നി. പല സ്ഥലങ്ങളിലും വർണ്ണച്ചെറുകുമായി പാറി, അത് ശ്രുതി പ്രശ്നം. ചാരു സരോവരമായി അത് ഫ്ലാറ്റ് ആവുകയല്ലേ ചെയ്തേ, ഷാർപ്പായി. അനുപല്ലയുടെ ഫസ്റ്റ് ടൈം പാടിയപ്പോ കുറച്ചൊന്ന് ഷാർപ്പായി. ഇതൊക്കെയാണെന്ന് സംഭവിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ അനുഷ്ക കുട്ടിയുടെ ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞത് വലിയൊരു ഇംപ്രൂവ്മെന്റ് ആണ്, വേറെ ലെവലാണ്. ഓക്കെ, ഇത് അങ്ങനെ ഈസി ആയിട്ട് പാടുന്ന പാട്ടല്ല. ഇത് ഈ രാഗത്തെ പറ്റി കുറച്ച് മനസ്സിലാക്കി എന്നാലൊക്കെയാണ്, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെയാണ് കുറച്ചും കൂടി ഇതിന്റെ ഭാവമൊക്കെ വരുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ ഇത്ര മനോഹരമായിട്ട് പാടിയല്ലോ. സൂപ്പർ, ഗ്രേറ്റ്. ഇതുപോലെ തന്നെ പി ഭാസ്കരൻ സാർ എഴുതിയ വേറൊരു പാട്ടുണ്ട്, അതിനും ഇതേ അർത്ഥം തന്നെ വരിക. അതിവിടെ അനുഷ്ക എപ്പോഴെങ്കിലും പാടും എന്ന് ഞാൻ കരുതുന്നു. കുറച്ച് ക്ലാസിക്കൽ ടച്ച് ഉള്ളതാണ്. ദേവരാം മാസ്റ്ററുടെ ഒരു പാട്ടാണ്. സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി, പ്രത്യുഷ നിദ്രയിൽ ഇന്നലെ ഞാനൊരു ചിത്രപതംഗമായി മാറി. ഈ പ്രത്യുഷ നിദ്ര എന്ന് പറയുന്ന നമ്മൾ പ്രഭാതത്തിൽ ഉറങ്ങുന്നില്ലേ, വളരെ അതിരാവിലെ, അതാണ് പ്രത്യുഷ നിദ്ര എന്ന് പറയുന്നത്. അവിടെ ഞാൻ ചിത്രപതംഗം, പിന്നെയും ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, അതാണ് ഇതേ അർത്ഥമാണ്. സോ അനുഷ് ഗോയിങ് ടു ബി അവാർഡഡ് 97 on 100 ടുഡേ. അപ്പൊ അനുഷ് ഇപ്രാവശ്യം 97 ആണ്. അടുത്ത വട്ടം നമ്മൾ ഇതിലും കൂടുതൽ മാർക്ക് വാങ്ങും അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പ്രോമിസ് അല്ലേ? പ്രോമിസ്. ഓക്കെ, ടാറ്റാ.
MJ അങ്കിളെ നമുക്ക് അടുത്ത ആളെ വിളിച്ചാലോ? അതിനുമുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. ഇത് റംസാൻ മാസമല്ലേ? അതെ. സന്തോഷത്തിന്റെ മാസമാണ്, സ്നേഹത്തിന്റെ മാസമാണ്, ഒത്തൊരുമയുടെ മാസമാണ്, ഭക്തിയുടെ മാസമാണ് അല്ലേ? അതെ അതെ. അപ്പൊ എനിക്കൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആഹാ, ആരാണത്? ഒരു ചെറിയ സർപ്രൈസ്. സർപ്രൈസു? അതാരാ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ പല റീൽസ് നമ്മൾ കാണാറുണ്ട് അല്ലേ? അതെ. അതുപോലെ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നിട്ടും പലതും ചെയ്യാതെ പോയിട്ടില്ലേ എന്നൊക്കെ എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്ത ഒരു 13 വയസ്സുകാരൻ്റെ കഥയാണ്. അവൻ ആ പൊന്നുമകൻ അവൻ്റെ ഉമ്മയെ, ആ വയ്യാതിരിക്കുന്ന ഉമ്മയൊക്കെ നോക്കുന്നത്, അവൻ്റെ പഠിത്തം മുടക്കാതെ തന്നെ ആ അത്രയും ഹൃദയാർദ്രമായിട്ട് ആ കുടുംബത്തിനെ ഒന്നിച്ചവൻ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വളരെയധികം ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവനെ ഒന്ന് പരിചയപ്പെടുത്തണം. നമുക്ക് വിളിക്കാലോ? അവനെ വിളിക്കുന്നതിന് മുമ്പേ നമുക്കൊരു വീഡിയോ കാണാം. ഈ പൊന്ന മകന്റെ പേരാണ് മുഹമ്മദ് ബദ്രുദ്ദീൻ. അവനെ സ്റ്റേജിലേക്ക് വിളിക്കാം. ഓക്കെ, വെൽക്കം മുഹമ്മദ് ബദ്രുദ്ദീൻ ഓൺ സ്റ്റേജ്. ഹായ് മുഹമ്മദ്, നമസ്കാരം. മകനെ ബദ്രു, ഇന്നലെ പോയിരുന്ന കച്ചവടത്തിന്? ഇന്നലെ പോയി. എത്ര വിറ്റു? ഇന്നലെ 10 വിറ്റു ആ. അല്ലേ? ആ. എന്തൊക്കെ അച്ചാറാണ് ഉമ്മ ഉണ്ടാക്കുന്നത്? മാംഗോ, പിന്നെ ചെമ്മീന്, പിന്നെ വെളുത്തുള്ളി. ചെമ്മീൻ അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പലപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഉം. അപ്പൊ പ്രിയ പറയും, ഇത് കറിയല്ല, ഇത് അച്ചാറാണ്, കുറച്ച് കഴിച്ചാൽ. ഇതെന്നോടും പറയാറുണ്ട് ചില സമയത്ത്. ദിവ്യ, മോന് ഇഷ്ടമാണോ അച്ചാറ്? ആ. എന്താണ് ഇങ്ങനെ വിൽക്കാൻ കാരണം? പിന്നെ പൊരില് ഉമ്മ, പിന്നെ ഇത്ത മാത്രമേ ഉള്ളൂ. ഞാന് അച്ചാറിച്ച് പോര നോക്കുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 7th. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളത്. എനിക്കും തോന്നി എൻ്റെ അമ്മ ഇത്രയധികം, എൻ്റെ അമ്മയോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന്, എൻ്റെ കുടുംബത്തോടുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ ഇതിൻ്റെ 2% പോലും ഞാൻ എത്തിയില്ലല്ലോ എന്ന് നമ്മുടെ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി. അത്രയധികം നമ്മുടെ സമൂഹത്തിന് ഇൻസ്പയർ ചെയ്യുന്ന തീർച്ചയായിട്ടും ഒരു വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള അതിൻ്റെ പ്രതിബിംബമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മകൻ ബദറു. ഒരു വലിയ സലാം ബദറു, ബിഗ് സല്യൂട്ട് ടു യു കേട്ടോ. ഓക്കെ. 10 കിലോമീറ്റർ ആണ് കേട്ടോ അച്ചു. 10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ആ ഇടത്തിൽ പോയി അല്ലേ ഇത് വിൽക്കുന്നത് അല്ലേ? പ്രസ് ക്ലബ് ജംഗ്ഷനാ അല്ലേ? എവിടെയാ? അതെ, കാസർഗോഡ്. കാസർഗോഡ്. അത് മാത്രമല്ല, സ്കൂളിൽ പോയതിന് ശേഷമാണ് ഈ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ പോയി ഇത് വിറ്റതിന് ശേഷമാണ് വീട്ടിൽ ദിവസം പോകുന്നത്. പിന്നെ വേണം പഠിക്കാൻ അല്ലേ? കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വൈറലായത് കണ്ടപ്പോ, വീഡിയോ വൈറലായപ്പോ നമ്മളെല്ലാം ഓർക്കണം. ഓ, നമ്മളെല്ലാം ഓർക്കണം പറഞ്ഞു. ആഹാ. ടീച്ചേഴ്സ് ഒക്കെ എന്ത് പറഞ്ഞു സ്കൂളില്? ടീച്ചേഴ്സില് നല്ല പഠിച്ചിട്ട് എത്ര പറഞ്ഞു? മിടുക്കനാണപ്പോ. മിടുക്കൻ. അവൻ വലുതാവുമ്പോ ഒരു കിടിലൻ ബിസിനസ്മാൻ ആവും. അതെ. എല്ലാ ദിവസവും പോവോ? എല്ലാ ദിവസവും എല്ലാ ദിവസം പോവോ? കാസർഗോഡ് ഏത് സ്കൂളിലാ? ഞാൻ AUPS ബോവിക്കാനം. അവിടെ നിന്ന് 10 കിലോമീറ്റർ ബസ്സിൽ പോയിട്ടാണ് ഈ അച്ചാറ് വിൽക്കുന്നത്. ഈ ചെമ്മീൻ അച്ചാർ ഒരു 2 കിലോ എനിക്ക് പോരട്ടെ കേട്ടോ. ഇന്ന് അച്ചാർ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നു. ഉണ്ടോ? പിന്നെ ഉമ്മാക്ക് എന്താ പറ്റിയത്? ഉമ്മാക്ക് നടക്കാൻ കഴിയുന്നില്ല. ജനിച്ചപ്പോഴേ പനി വന്നിട്ട് കാല് തളർന്നു. അതുകൊണ്ടാണ് മോൻ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നത് അല്ലേ? അതെ. ഇത്ത എന്ത് ചെയ്യുന്നു? ഇത്ത +2 പഠിക്കുന്നു. അതേ സ്കൂളിൽ തന്നെയാണോ? അല്ല, ഇരിയണി. ഉമ്മയെ ഹെൽപ്പ് ചെയ്യണതൊക്കെ ആരാ അപ്പൊ ഈ അച്ചാർ ഉണ്ടാക്കാൻ? ഇത്താവും ഞാനും ഹെൽപ്പ് ചെയ്യും. മോനുണ്ടാക്കാൻ അറിയാവോ അച്ചാറ്? ഇല്ല. ഇത്ത ഉണ്ടാക്കോ? ഇത്ത ഉണ്ടാക്കല്ലോ, മാത്രം. ഒരു ദിവസം എത്ര അച്ചാർ വിൽക്കാൻ പറ്റുന്നുണ്ട്? 15. ഇങ്ങനെ വിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ആൾക്കാരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് അങ്ങനെയല്ല ചോദിക്കും. എല്ലാം ചോദിക്കും. ചോദിച്ചിട്ടാണ് വാങ്ങിക്കുന്നത് അല്ലേ? അപ്പൊ അവർക്കും എത്ര സ്നേഹം തോന്നിയിട്ടുണ്ടാവും നമ്മുടെ മകനോട്. എന്തായാലും ഭയങ്കര അഭിമാനമാണ് കേട്ടോ ബദറു. വിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് മേടിക്കും അല്ലേ? അത് ഗംഭീരാണേ. കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാ എനർജിയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു അത്ഭുതമായിട്ട് നമുക്ക് ഈ മകനെ കാണാൻ പറ്റും.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബിഗ് സല്യൂട്ട് മോനെ. പാട്ട് പാടൂ. പാടും. ആണോ? പാടുവോ? കുറച്ച് കേൾക്കാമോ? രണ്ടുപേര്. ഒരു പാട്ട് പാടാമോ? അഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം. അഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം. അഭിമാനമേ അഭിലാഷമേ അഭിവാദ ധൂപമേ ആദര സുന്ദര ആദര ചിത്തിര സ്വാദിക്കുൽ മസ്തൂക്കരെ ആരമിൽ കാരുണ്യ ചൈതന്യമേകും കാമിലോ സിറാജരെ പാട മുഹമ്മദരിൽ മർഹബ ഫല ഓദ ഒരു നബിയിൽ സലാമായി പുകളാൻ തങ്കത്തെളി ഒളി ചിന്ത തിര ഒളി ചിങ്കാര പയലേ ആദാജ ദൂതരേ. അഗമിയ പൊരുൾ ചൂടി തന്ന താരാങ്കണം അഹമ്മദ് ഗുരു മുസ്തഫ നല്ലാരോഹണം. ആഹാ, ഹായ്. നല്ല നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ടുകാരനാണ്. അതെ പാട്ടും പാടുന്നുണ്ടല്ലോ നന്നായിട്ട്. അതെ. മിടുക്കൻ മിടുക്കൻ. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു ഉഗ്രൻ ബിസിനസ്മാൻ ആവാനുള്ള എല്ലാ അതാണോ ആഗ്രഹം? ആണോ? എന്താണ് ആഗ്രഹം? ബിസിനസ്മാൻ ആണോ? ആ. അത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ അങ്ങനെ ആവട്ടെ. അങ്ങനെ ആവട്ടെ. അപ്പൊ അതെ അതെ. കേട്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ ആവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് മുഹമ്മദ് കുറെ അച്ചാറൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ. നമുക്കതൊക്കെ വാങ്ങിയാലോ? ഓ ഓക്കെ. ബദറു, ചെമ്മീൻ പിക്കിളിന് വലിയൊരു ഓർഡർ ഞാൻ തരാൻ പോവാട്ടോ. വിളിക്കാട്ടോ. ആ. ഓക്കെ. ഓക്കെ, അപ്പൊ താങ്ക് യു ബദ്രുദ്ദീൻ. ഓക്കെ, എല്ലാ ആഗ്രഹവും നടക്കട്ടെ. ഓക്കെ. ഓക്കെ, ടാറ്റാ. ഈ എലവത്തൂര് കായലിന്റെ കരയ്ക്കലുണ്ടൊരു കൈത മുറിച്ചു മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ. ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ. സബാഷ്. യെസ്. താങ്ക് യു. ഭയങ്കര ഫീലാണ് ആര്യ ചില പാട്ടുകൾ പാടുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ചും ലിറിക്കലായിട്ടുള്ള സോങ്സ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിയാണ്. കറക്റ്റ്. എനിക്ക് ആദ്യം ഒരു പാട്ട് കേൾക്കുമ്പം ലിറിക്സ് ആണ് ആദ്യം ഞാൻ പഠിക്കുന്നത്. അതിന് ശേഷം എനിക്ക് ട്യൂൺ വരുന്നുള്ളൂ. അതങ്ങനെയാണ് അറിയില്ല, അങ്ങനെയാണ് പ്രോസസ് ചെയ്യുക. അങ്ങനെ വേണം. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് അധികം കാണാൻ പറ്റാത്തതാണ്. വെറൈറ്റി സോഫ്റ്റ്വെയർ. വെറൈറ്റി വേറൊരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പൊ വരാൻ പോണേ. അതെ, എന്റെ ഫ്രണ്ടാണ്. ആണോ? ആ, ചങ്കാണ്. ചങ്കാണ്. നമ്മളൊക്കെ തിരുവനന്തപുരമാണ്. ഓ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ധനുക്കുട്ടി. യെസ്, നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ. Yes. ലെറ്റ്സ് വെൽക്കം ധനശ്രീ ഓൺ സ്റ്റേജ്. അയ്യോ, ഒരു ചേച്ചി. അയ്യോ, വീടല്ലേ? നോൺ സ്റ്റോപ്പ് ആയി ഓടി വരിക. മുടിയൊക്കെ വളർന്നല്ലോ. എങ്ങോട്ടാ അയ്യോ, പോണേ? എന്നെക്കാളും മുടിയായി ഇപ്പൊ. അതെ, നമ്മളെക്കാളൊക്കെ മുടിയായി. ഇതെന്താ ഈ വിഗ് വെച്ചതാണോ? ഇതാണ് ഈ കള്ളിമുണ്ട് എന്ന് പറയുന്നേ. ഇതാണ് കള്ളിമുണ്ട്. കള്ളികൾ കണ്ടില്ലേ അതില്? നമ്മള് തിരുവനന്തപുരക്കാർക്ക് ഉള്ളതുപോലെ പറയും കേട്ടോ. നമ്മള് കള്ളം പറയാറില്ല. എങ്ങോട്ടാ പോണേ? എന്തൊക്കെ ഇട്ട് പാട്ട് പാടാനാണോ പോണേ? എലവത്തൂരാ പാടുന്നെ. എലവത്തൂര. എലവത്തൂര് കായലിന്റെ കരയ്ക്കലുണ്ടൊരു കൈത. ആണല്ലേ? ഈശമാധവന്റെ. എന്റെ ഫേവറേറ്റ് പാട്ടാണല്ലോ. ഭയങ്കര ഇഷ്ടമായി പാട്ട്. ധനു, ഞാൻ പറഞ്ഞു നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് അതെ, ആണ്. ചങ്കാണെന്ന് പറഞ്ഞു എംജങ്ങളുടെ. അല്ലേ? ഡൗട്ട് കുട്ടിക്ക്. ഒരു സംശയമില്ലേ? പക്ഷേ ഇല്ലല്ലോ, അല്ലേ? ഉണ്ട്. ഡൗട്ട് ഉണ്ട്.
ഇല്ല 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 ആ ഞാൻ പിണങ്ങുവേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പിണങ്ങുവേ. കള്ളപ്പറിയല്ലേ. കള്ളം പറയും. എന്നെ കേട്ടോ അങ്ങനെ എന്തൊക്കെയുണ്ട് പുതിയ പിണങ്ങുമൊന്നുമില്ല. വിശേഷങ്ങൾ? സുഖം മാത്രമേ ഉള്ളൂ? അത് മാത്രമേ പറയാനുള്ളൂ? ഉണ്ടോ? വേറെ പിന്നെ ഇതാരെ പഠിപ്പിച്ചു തന്നേ പാട്ട്? അച്ഛനാണോ? അമ്മ അമ്മ പഠിപ്പിച്ചു തന്നേ? അമ്മ ഡാൻസ് അല്ലേ ചെയ്യണേ? പാട്ട് പാടുവോ? അമ്മ തെറ്റണ ഭാഗമൊക്കെ പറഞ്ഞു പറഞ്ഞു തരുമോ? ആ, തെറ്റായിട്ട് പഠിപ്പിച്ചു തരുമോ? തെറ്റുന്ന ഭാഗങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ? പറഞ്ഞു കൊടുക്കും. അപ്പൊ അച്ഛൻ ഹെൽപ്പ് ചെയ്തില്ലേ? അച്ഛൻ ഇന്ന് വന്നോണ്ട് അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പാടണമെന്ന്. ഓ, അച്ഛൻ ഇന്നാ വന്നതല്ലേ? ആ അതേപോലെ അമ്മയും അങ്ങനെയാ പറഞ്ഞേ. ആണോ? നന്നായി പാടി എന്ത് നന്നായിട്ട് പാടി മേടിച്ചു തരും? എന്തെങ്കിലും വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞോ? ഒന്നും വാങ്ങിത്തരില്ല പറഞ്ഞു. പക്ഷേ ആ. മുട്ടയിൽ മഴ വീഴുന്നു പറഞ്ഞു. ഓ മിഠായി മഴ വീഴുന്നു പറഞ്ഞു. എല്ലാ പ്രാവശ്യം കിട്ടണോണ്ട് എനിക്കറിയാം. ഇന്ന് എന്തായാലും കിട്ടും. ആഹാ. അപ്പൊ പാട്ടിന്റെ മറ്റൊരു ഡീറ്റെയിൽസ് എങ്ങനെയാ? സിനിമയുടെ പേര് ആ മീശ മീശ, മീശ മാധവൻ. മീശ Yes. പിരിച്ചാൽ വർഷം 2002. ലിറിക്സ് അറുമുഖൻ വെങ്കിടാങ്കു. വെങ്കിടാങ്കു വെങ്കിടാങ്കു. ഓ ഓക്കെ. അറുമുഖൻ വെങ്കിടങ്. മ്യൂസിക് അറുമുഖൻ വെങ്കിടങ് പറഞ്ഞേ. വെങ്കിടങ്ങ്. അറുമുഖൻ വെങ്കിടങ്കു. വെങ്കിടങ്ക് ഇല്ല, വെങ്കിടങ്. വെങ്കിടങ്ങ്. കറക്റ്റ്. വെങ്കിടാങ്കു അല്ല. അമ്മയും അച്ഛനും കൂടി ഇങ്ങനെയാ പറഞ്ഞത്. ആണോ? ഓ, അത് ശരി. വെങ്കിടാങ്കു. ഓക്കെ ഓക്കെ. ഇനി പിന്നെ പാടിയത്? പാടിയത് പി മാധുരി അമ്മ. ഓക്കെ. മ്യൂസിക് വി വി ദ്യ ദ്യ സ സ. വിദ്യാസാഗർ സാർ. മിടുക്കി. അപ്പൊ നല്ലോണം പാടണേ. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ അലവത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത. കൈത മുറിച്ചു മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ. ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ.
മുറിച്ചു മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം ഈ എലവത്തൂര് കായലിന്റെ കരയ്ക്കലുണ്ടൊരു കൈത മുറിച്ചു മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം. സൂപ്പർ സൂപ്പർ, വെരി നൈസ്, കലക്കി കലക്കി. Thank you. ഉള്ളൂരു കാണാൻ. ഉള്ളൂരു കാണാ. അതെ, മറ്റേത് പഴയ കുടുങ്ങിപ്പോയടി ഞാന് കുടുങ്ങിപ്പോയടി ഞാന് കുടുങ്ങിപ്പോയടി ഞാന്. അവസാനം വന്നു നിന്നപ്പോ എന്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു. അതെ 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 അതെ, ഏറ്റവും അവസാനം. ഈ എലവത്തൂര് കായലിൽ എങ്ങനെ അതെ അതെ, പാടിയില്ലേ? ഈ എലവത്തൂര് ഓ കായലിന്റെ കരയ്ക്കലുണ്ടൊരു കൈത മുറിച്ചു മുള്ളും നീക്കി പൊളിയെടുക്കണ നേരം. വാട്ട് ബ്രില്യൻസ്. അതെ അതെ അതെ, സൂപ്പർ സൂപ്പർ. ഇത് ധനുവിന് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? ആ യുണീക്കാണ്, അതെ അതെ, സ്പെഷ്യൽ ആണ്. സ്പെഷ്യൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പാടാൻ ആളായിരുന്നു. പറ്റുമോ? ലോകത്തിലെ ഒരാളെ ഉണ്ടാവുള്ളൂ ഇതുപോലെ. ആ ആ, അതാരാ? വെടിക്കെട്ടല്ലേ? അതെ, ആ അതാണ് ഈ കൊടപ്പനയുടെ എന്ന് പറഞ്ഞു. കൊടപ്പനയുടെ എന്ന് പാടിയില്ലേ? കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടി. അത് തന്നെ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആള് പാടുകയാണ്, കണ്ടില്ലേ? കൊടപ്പനയുടെ എന്ന് പറഞ്ഞില്ലെന്ന് പാടി തുടങ്ങി. അത് തന്നെ അത് തന്നെ അത് തന്നെ, ആ കൊടപ്പന തന്നെ. ആ കൊടപ്പന എവിടെ കാണാൻ പറ്റും നമുക്ക്? തിരുവനന്തപുരത്തുണ്ട്. ആ തിരുവനന്തപുരത്തുണ്ട് കൊടപ്പനക്കുന്ന്. ആ അത് തന്നെ. അവിടെ ഇപ്പൊ കൊടപ്പനയൊന്നും ഇല്ല, എന്നാലും പേര് കൊടപ്പന. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എനിക്കറിയാം അച്ഛാ, ഈ എലവത്തൂര് കായൽ എവിടെയാണ്? എലവത്തൂര് കായലല്ലേ? കായല് കോഴിക്കോട്. കോഴിക്കോട്. അതെ അല്ലേ? കൈതന്റെ സൈഡില്. അതെ 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 അല്ലേ? അതെ പുറകില്. അതെ, പുറകില്. അച്ചു, കൈത എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? എലവത്തൂര് കായലിന്റെ എലവത്തൂര് കായലിന്റെ ഇപ്പുറത്ത്. അതാണ് കൈത. അതാണ് കൈത. അതെ, അപ്പൊ കൈതയിൽ എത്ര കിലോമീറ്റർ വരും ഈ അതൊരു എലവത്തൂർ കായൽ? 1.5-2 കിലോമീറ്റർ. മധുര മനസ്സിലല്ലോ അല്ലേ? എന്താ കൈതയിൽ നിന്ന്, കൈത എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആ. ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ എലവത്തൂര് കായൽ. കായൽ. അച്ചു കൊള്ളാം കേട്ടാ, സൂപ്പറാണ്. Thank you. ചേച്ചിക്ക് ഇത് പറ്റും. എന്ത് പറ്റു? എടാ സൂചിക്കണോ? ഇല്ലടാ. ഒന്നും കൂടെ രണ്ടെണ്ണം കൂടെ. ഓ എന്റെ അമ്മോ. കൊള്ളാലോ. എന്താ എന്റെ പൊന്നു, എന്താ റബ്ബർ ബാൻഡോ? സർക്കസോ? Forces. യോഗ പോസസ്. ആരെ പഠിപ്പിച്ചെന്നേ? സ്കൂളിലത്തെ ഒരു ടീച്ചർ ഫോണില് അയച്ചു തന്നിട്ട് ആ. അമ്മ ഓരോ പോസസ് കാണിച്ചു തന്നപ്പോ ഞാൻ അത് കണ്ട് അങ്ങനെ പഠിച്ചതാ? പഠിച്ചേ? ഓ, അത് ഫോണില് ശരി. കാണിച്ചു തന്നെ. ആണല്ലേ? അമ്പോ, മിടുക്കിയാ. മിടുക്കിയാണ്. ഇൻസ്റ്റന്റ് ലേണിംഗ്. അതെ 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 അതെ. ധനു ഒരു രക്ഷയിലട്ടോ. ഓക്കെ, ധനശ്രീക്കുട്ടിയുടെ ടീച്ചർ നമുക്കൊരു വിഷ് അയച്ചിട്ടുണ്ട്. കണ്ടാലോ നമുക്കത്? യെസ്, ആ കാണാം. ഹരി ഓം. ധനശ്രീ നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആ കുഞ്ഞ് വളരെ കഴിവുള്ള ഒരു കുട്ടിയാണ്. കാരണം നമുക്ക് KG ക്ലാസ് മുതൽ ഞങ്ങൾക്കറിയാം പാട്ടിനായാലും ഡാൻസിനായാലും വളരെ എന്താ പറയുന്നത് മിടുക്കിയായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞിന് ഈ ഒരു അവസരം ഫ്ലവേഴ്സ് ചാനലിൽ കിട്ടിയത് തന്നെ സെലക്ഷനായി. അവിടത്തെയും പെർഫോമൻസ് ശരിക്കും നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ എല്ലാവരുടെയും, അതായത് നമ്മുടെ അധ്യാപകരുടെ എല്ലാവരുടെയും സപ്പോർട്ടും എപ്പോഴും ആ കുഞ്ഞിന് ധനശ്രീക്ക് സ്കൂളിൽ നിന്നുണ്ടാവും. എല്ലാവിധ ഭാവുകങ്ങളും ധനശ്രീക്ക് ഞാൻ ഈ അവസരത്തിൽ നേരുന്നു. ഹരി ഓം. അയ്യോടാ, അയ്യോ. ടീച്ചറിന്റെ പേരെന്താ? ആശാലത മാം. അപ്പോ ആശാലത മാമിന് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഹായ്. അപ്പൊ ഇനി എന്താ?
മഴ പെയ്ക്കണ്ടേ നമുക്ക്? മാമിന് ഡെഡിക്കേഷനിൽ ഒരു പാട്ട് ഞാൻ ലാസ്റ്റത്തെ വരി പിന്നെ ആദ്യത്തെ വരിയും പിന്നെ രണ്ടാമത്തെ വരിയും കൂടെ പാടത്തെ. പാടിക്കോ. ഏത് പാട്ടിന്റെയാ? രാജഹംസമേ. രാജഹംസമേ. എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിന്നിൽ എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷവേഗമായി ഞാൻ പെയ്തു തോർന്നിടാം. നൂറായിരമിതളാനി പിടരുവാൻ ജന്മം യുഗമായി നല്ല ഡെഡിക്കേഷൻ ആയിരുന്നു കേട്ടോ. താനൂരാണ് എന്ത് ഫോൾസ്. എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ പാടുവന്നു. അപ്പൊ ഇനി മഴ പെയ്പ്പിക്കട്ടെ? 100 പറയാ. 100 വെറുതെ പറയാം നമുക്ക്. ഓക്കെ. ഞാനൊരു പുതിയ സാധനം കാണിച്ചു തരട്ടെ. അതെന്താ പുതിയ സാധനം? കിലുങ്ങുന്ന് പോകുമ്പോ. പിയാനോയാണോ? പേരാണ് മെലോഡിക്ക. അതെ, ഊതിട്ട് വായിക്കണത്. അത് വായിക്കോ? പോരാമോ എന്നോടിഷ്ടം കൂടാമോ? കൊള്ളാട്ടോ. പാടും വായിച്ചോ. അടിപൊളി. അമ്മയ്ക്ക് കൊടുക്കും. അപ്പോ ഇന്ന് നമ്മുടെ ധനശ്രീ കുട്ടിയുടെ എല്ലാം അടിപൊളി പാട്ട്, ഹാർമോണിക്ക വേറെ ലെവൽ, യോഗ വേറെ ലെവൽ, ഗുഡ് എക്സ്പ്രഷൻസ്. അപ്പൊ നമുക്ക് ഒരു കിടില മുട്ടായി മഴ വരട്ടെ. നമ്മുടെ ധനശ്രീ കുട്ടിക്ക് ഒരു മധുര മഴ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ടൈം ലിമിറ്റ് കഴിഞ്ഞു. ടാറ്റാ ടാറ്റാ, ഗുഡ് നൈറ്റ്. എപ്പോഴും നമ്മൾ മൂന്നുപേര് കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അതാരത്? നമ്മുടെ പ്രിയപ്പെട്ട കുട്ടനാണ് റിയാൻ കുട്ടൻ. അതെ, ഒരേ ഒരു the one and only റിയാൻ കുട്ടനാണ്. വിളിക്കാലോ നമുക്ക്. ഫ്രം ദ ഹാർട്ട് ആണ് പാടുന്നത്. അതെ, അതെ. അവൻ പോലും അറിയാത്ത ഒരു ലോകത്ത് അവൻ ഇരുന്ന് അങ്ങനെ നമ്മളെ ആ പാട്ടിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അത്ഭുതമാണ് അവൻ. നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. എന്തോ സാർ, എന്താ പറയണ സോമന്നെ? ഇതെന്തോ കോഴിയോ? അല്ല, എനിക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞില്ലേ, ഞാൻ തമാശക്ക് പറഞ്ഞു. സംസാരിക്കേ MJ സാർ. ആണോ? അത് മനസ്സിലായുണ്ടവര്. അതുകൊണ്ടാണോ ആ പേര് എന്നെ വിളിച്ചത്? അവര് പെട്ടെന്ന് ഒരു തമാശ വന്നത് അല്ല റിയാൻ കുട്ടാ? സാറേ, എന്തോ കഴിഞ്ഞ ദിവസം ഗ്രൂമിങ്ങിന് പോയപ്പോ ഒരു സംഭവം നടന്നു. എന്താ എന്ത് സംഭവാ? ഞാൻ ഗ്രീൻസൺ ചേട്ടന്റെ ബൈക്കിൽ കേറി. കേറിയോ? എന്നിട്ട്
ഞാൻ അവിടെ റൗണ്ടൊക്കെ അടിച്ച്. ആഹാ. അത് എന്താ സംഭവം എന്നറിയോ? ഞാൻ പറഞ്ഞു എനിക്ക് ബൈക്കിൽ കയറണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു വിഷ്ണു ചേട്ടന്റെ അടുത്ത്. അവസാനം ബൈക്കിൽ കയറ്റി. പിന്നെ ഒരു റൈഡൊക്കെ പോയി. ഹീറോ എക്സ്പൾസിലാ പോയെ. ആണോ? ഭയങ്കര ഹൈറ്റ് അല്ലേ അത്? നമുക്ക് ആ വീഡിയോ ഒന്ന് കാണണ്ടേ? ആ വേണം. കാണാലോ. ആ പറയൂടാ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പച്ചമോന്റെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഞാന് ആ ബൈക്കിൽ പോവായിരുന്നേ. അപ്പൊ കുതിരപ്പുറത്ത് പോകുന്ന ഒരു ഫീലായിരുന്നു. അപ്പോളെ ഗ്രീൻസൺ ചേട്ടനോട് കുറച്ച് വിഷയൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടൊക്കെയാ പോയെ. എന്തായാലും ഹാപ്പി ആയി നമ്മുടെ റിയാൻകുട്ടൻ. അതെ, അല്ലേ? ഇന്ന് ആരൊക്കെയാ വന്നിരിക്കുന്നത് കൂടെ? എന്റെ സ്കൂളിലെ HM ആയിട്ടുള്ള ജിജി ടീച്ചറും പിന്നെ ജിജി ടീച്ചറുടെ ഹസ്ബൻഡ് സുനിൽ സാറും എന്നെ പഠിപ്പിക്കണ മാത്സ് സാറാ. ആ സാറും വന്നിട്ടുണ്ട്. ഹലോ. നമസ്കാരം ഹലോ. ജിജി ടീച്ചർ, സുനിൽ സാർ, രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ റിയാൻകുട്ടൻ? റിയാൻ അടിപൊളി, മിടുക്കനാണ് പഠിക്കാൻ. കണക്കാണ് ഞാൻ പഠിപ്പിക്കുന്നത്. വളരെ മിടുക്കനായി. ഹോംവർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. സ്കൂളിൽ വരാൻ കരയും, വന്നു കഴിഞ്ഞാൽ കരയും. സ്കൂളിൽ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോണ കാര്യം ഓർത്തിട്ട്. സ്കൂളാണ് ഇഷ്ടം. ഇഷ്ടം. അതെ അതെ, എപ്പോഴും പഠിക്കാൻ വളരെ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് റിയാൻ. HM എന്ത് പറയുന്നു? ഞങ്ങളുടെയൊക്കെ അഭിമാന താരമാണ് ഇപ്പം റിയാൻ. ഇപ്പൊ സ്കൂളിൽ വിസിറ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ റിയാനെയാണ് അന്വേഷിക്കുന്നത്. എല്ലാവരും ഈ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ പരിപാടി കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും റിയാനെ അന്വേഷിക്കും. റിയാൻ നിങ്ങളുടെ സ്കൂളിലെ കുട്ടിയാണല്ലോ. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ് റിയാൻ. ഇപ്പം ഒരു അഭിമാന താരമാണ്. തീർച്ചയായിട്ടും റിയാൻ ഈസ് അവർ സ്റ്റാർ. യെസ്, നമ്മുടെ അഭിമാനം. യെസ്. മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് കിരീടം. കിരീടം. ലാലേട്ടന്റെ അഭിനയ മുഹൂർത്തങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഒരു ലെജൻഡറി സിനിമയാണ്. ഞാനേ ഈ പാട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ പെട്ടെന്ന് ഒരു ചേട്ടൻ പറയുന്നുണ്ടായി, ലാലേട്ടൻ ഇതിന്റെ അകത്ത് നടക്കുമ്പോ തന്നെ കരയുന്നു. അതെ അതെ അതെ. നമ്മൾ അങ്ങനെ കരയുന്ന, ആ സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മൾ കരയുന്ന ഒരു പ്രത്യേകമായുള്ള സിറ്റുവേഷൻ ആണ് ഈ പാട്ടും. കേട്ടോ റിയാൻകുട്ടാ? ശരിയാ ശരിയാ. കണ്ണീർ പൂവിന്റെ കവിളിൽ കവിളിൽ തലോടി എന്നുള്ളത്. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് സിബി മലയിൽ സാറാണ്. ഇതിന് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ലോഹിദാസ് സാറാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കിരീടം ഉണ്ണിച്ചേട്ടനും അതുപോലെ തന്നെ ദിനേശ് പണിക്കർ ചേട്ടനും രണ്ടുപേരും കൂടെ ചേർന്നാണ്. പിന്നെ ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ MG അണ്ണനാണ്, MG സാർ അല്ലേ? ഇത് എഴുതിയത് കൈതപ്പുറം സാർ. കൈതപ്പുറം സാറാണ്. ഇതിന്റെ സംഗീതം പ്രിയപ്പെട്ട ജോൺ സേട്ടനാണ്. സാറേ, എനിക്ക് ഒരു അത്ഭുതം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? ആ സാറിന്റെ എഴുത്ത് കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്നൊക്കെ അങ്ങനെയൊക്കെ എഴുതിയപ്പോ കണ്ണീരിലെങ്ങനെ തലോടുവെന്നൊക്കെ വിചാരിച്ചു. അതെന്താ അത് ഉദ്ദേശിക്കണേ സാറേ? എന്താ വെച്ചാ പൂവില്ലേ, പൂവിനെ കവികള് എങ്ങനെ വേണമെങ്കിലും കവികൾക്ക് ഉപമിക്കാൻ പറ്റും പൂവിനെ. കണ്ണുനീര് കൊണ്ടുണ്ടാക്കിയ ഒരു പൂവാണെങ്കിലോ കരയുമ്പോ മാത്രം വിടരുന്നു. വിടരുന്നു കണ്ണിൽ നിന്ന് വരുന്ന പൂ. അതെല്ലേ, അത് അങ്ങനെ ഒരു പൂവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രയും സങ്കടം വരുമ്പോഴല്ലേ നമുക്ക് കണ്ണുനീര് വരിക. അത് മാത്രമല്ല, സന്തോഷം വരുമ്പോഴും കണ്ണുനീര് വരും. ശരിയാ, ഇല്ലേ? വരും. അതാണ്. അപ്പൊ അസലായിട്ട് പാടണേ റിയാൻകുട്ടാ. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ് റിയാൻകുട്ടാ. താങ്ക് യു ഓൾ ദി ചേച്ചി. ബെസ്റ്റ്. താങ്ക് യു സാർ. റിയാൻകുട്ട, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി
ആഹാ സൂപ്പർ സൂപ്പർ, താങ്ക് യു സാർ. വെരി ഗുഡ്. ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും സങ്കടമാണ്, എന്തോ ഒരു സങ്കടം, ഇങ്ങനെ ഒരു ലംപിന്റെ ത്രോട്ട് പോലെയാണ്. പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമാണ്, കാരണം നമ്മുടെ റിയാൻ കുട്ടൻ ഇത്രയും അകമഴിഞ്ഞ് പാടിയിരിക്കുന്നില്ലേ അല്ലേ? നമുക്ക് നിർത്താത്ത ഒരു കരഘോഷം കൊടുക്കണ്ടേ? നമ്മുടെ ഒരു ജീവിതത്തെ ഒരു പാട്ടിലേക്ക് മൊത്തമായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ പാട്ടായിരിക്കും. അതെ അല്ലേ? അതെ. ലൈഫ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഈ നമ്മുടെ കുഞ്ഞ്, നമ്മുടെ റിയാൻ കുട്ടൻ ഇത്രയും ചെറിയൊരു വയസ്സിൽ എങ്ങനെയാണ് ഈ പാട്ട് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. അതെ അതെ അതെ. എന്ത് പറയാനാ കുട്ട, എങ്ങനെയാ ഇങ്ങനെ പാടുന്നത്? ശ്യാം സാറ് അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തന്നു, ജലരേഖ, കണ്ണീർ എന്നൊക്കെ പറഞ്ഞു തന്നു. ആണല്ലേ? അപ്പൊ അത് ഫീൽ ചെയ്ത് പാടിയല്ലേ? ആ, ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. താങ്ക് യു സാർ. അങ്കിളുടെ കണ്ണ് നനയിച്ചേട്ടാ. ഓ, റിയാൻ കുട്ടാ, എന്തോ സാർ? എനിക്ക് എന്ത് പറയണം എന്ന് അറിഞ്ഞൂടാ സത്യത്തിൽ. അയ്യോ, അവന്റെ സന്തോഷം വന്നിട്ടേ വാക്കുകൾ കിട്ടുന്നില്ല അങ്കിളുടെ. ഇത്രയും നന്നായിട്ട് പാടിയെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. അതാണ് നമ്മൾ പലപ്പോഴും അതാണ് ഒരു യഥാർത്ഥ കലാകാരന്റെ ഒരു അതെ. ഒരു സിഗ്നേച്ചർ എന്നുള്ളത്. സ്വയം- അയാൾ ചിലപ്പോൾ അറിയുന്നില്ല, അതെ. പക്ഷെ സ്വയം മറ്റുള്ളവര് മറന്ന്. സ്വയം മറന്ന്. അതാണ് റിയാൻ കുട്ടൻ സ്വയം മറന്ന് പാടി എന്നുള്ളതാണ്. യെസ്. താങ്ക് യു സാർ. അതുകൊണ്ടാണ് അത് ഓർക്കാത്ത. താങ്ക് യു സാർ. പക്ഷെ ഇപ്പൊ മനസ്സിലായില്ലേ, റിയാൻ കുട്ടൻ ആളൊരു സംഭവമാണെന്ന് മനസ്സിലായില്ലേ? ആ, ഭയങ്കര സംഭവം കേട്ടോ, ആ, ചെറിയ thank സംഭവം you, ഒന്നും അല്ല കേട്ടോ. ആ, അപ്പൊ റിയാൻ കുട്ടൻ ആരാ? സംഭവം. ഒരു സംഭവം ബഹുലാണ് റിയാൻ കുട്ടൻ അല്ലേ? ആ ആ, ആ ഇങ്ങനെ തുണയാകുവാൻ പാടിയില്ലേ? ആ അത് ഓൺ ദ ഡോട്ട് ആയിരുന്നു. Thank you, അതുപോലെ sir. ഒന്നുകൂടെ പാടി കേൾപ്പിക്കണത്. കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളോർ കുടം പോലെ വിങ്ങി. ആഹാ റിയാൻ കുട്ടാ, എന്തോ സാർ? നോം എന്താണ് ഈ കണ്ടത്? റോബോട്ടോ? അടിപൊളിയായിരുന്നു, ഉഗ്രനായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയതില്. താങ്ക് യു സാർ. ഹൃദയത്തിൽ നിന്നാണ് പാടിയത്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, അടിത്തട്ടിൽ നിന്ന്. അയ്യോ, നല്ല ഭാവം ഉണ്ടായിരുന്നു കേട്ടോ. ആ, ഞാൻ അതേ MJ അങ്കിളുടെ കണ്ണൊക്കെ നിറഞ്ഞു, എന്റെയും ഇങ്ങനെ കണ്ണിന്റെ അറ്റത്ത് വരെ ഇങ്ങനെ വന്നു. അയ്യോ. പിന്നെ ഞാൻ എന്റെ അഭിമാനം സമ്മതിച്ചില്ല കരയാൻ, അപ്പൊ ഞാൻ നിർത്തി. ഇത് നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടാണ് അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. ചേട്ടന് മാത്രം പാടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഒരു style. പാടിക്കുന്നത്. അതെ 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 തീർച്ചയായിട്ടും അത്രയും ഗംഭീരമാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാട്ട് ഇത്ര അധികം ഇഷ്ടപ്പെടുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതെ അതെ. ഞാൻ പണ്ടൊക്കെ കൊറേ തവണ കേട്ടിട്ടുള്ളതാ ഈ പാട്ട്, എനിക്ക് നല്ല പരിചയമുള്ള പാട്ട്. അത് പണ്ടെന്ന് പറഞ്ഞാൽ എത്ര വർഷം മുമ്പാ? അങ്ങനെയല്ല, എനിക്ക് അങ്ങനെ അങ്ങനെ പറഞ്ഞ എനിക്ക് ശീലം. അങ്ങനെ പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞ ഒരു 3-4 വർഷം മുമ്പേ അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും തുടക്കം മുതൽ അവസാനം വരെ വളരെ മനോഹരമായിട്ട് പാടി താങ്ക് യു സാർ. കേട്ടോ. താങ്ക് യു സാർ. വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. അത് മാത്രമല്ല MJ സാർ ഓരോ പ്രാവശ്യവും റിയാൻകുട്ടി അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഒരു നോട്ട്സ്, ഒരു പാട്ടിന്റെ നോട്ട്സ് അതുപോലെ അവൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തരിക. അപ്പം ഞെട്ടി, കാരണം അത്രയും ദിവസം റിയാൻകുട്ടന്റെ ഇത്രയും പാട്ടുകൾ പാടിയിട്ട് നമുക്ക് അറിയില്ലായിരുന്നു ആ ഒരു കഴിവ് റിയാൻകുട്ടന് ഉണ്ട് എന്ന് അറിയില്ലായിരുന്നു നമുക്ക്. അല്ല, ഞാൻ ചില സമയത്ത് പാട്ടുകളൊക്കെ കേൾക്കുമ്പോ ഏത് നോട്ട്സ് ആണ് അവസാനത്തെ ഗായെന്നൊക്കെ ശ്രദ്ധിച്ച്. അതെ, പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതാ പറഞ്ഞേ, നല്ല നല്ല കഴിവല്ലേ അതൊക്കെ. പാട്ട് പഠിക്കുന്നത് തന്നെ പ്രൊഫഷണൽ രീതിയിലാണ്. വെരി പ്രൊഫഷണൽ. അല്ല, എന്നിട്ട് ഇപ്രാവശ്യം റിയാൻകുട്ടൻ ലിറിക്സ് ആണ് പഠിച്ച് മനസ്സിലാക്കി വെച്ച് വന്നിട്ടുള്ളത് അല്ലേ റിയാൻകുട്ട? അത് ശ്യാം സാർ അർത്ഥം പറഞ്ഞു എല്ലാം പറഞ്ഞു തന്നു. എന്തായാലും അതിന്റെ എല്ലാ എന്താ പറയാ എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാ ഗുണങ്ങളും കിട്ടിയിട്ടുണ്ട് റിയാൻകുട്ട. ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. അപ്പൊ ഇതിന്റെ ആദ്യത്തെ നോട്ട്സ് എന്തൊക്കെയാണ്? ആഹാ, സസമാമഗരിനി സസമാമഗരിനി നീ സസഗരി സസ സനി പ പ സസ സമ പമഗരി സ. മിടുക്കൻ. താങ്ക് യു ചേച്ചി. ഇന്ന് റിയാൻ കുട്ടച്ചന് it is going to be 100 on 100 plus 5 stars. Thank you so much. ഒരു മധുരമഴ
പെർഫോമർ ഓഫ് ദ ഡേ. അതെ, പെർഫോമർ കിട്ടി ഇനി വില്ലിയോയിറ്റിന്റെ ഒരു കട തുടങ്ങാൻ പോവാം സാർ. ബൈ. ഗുഡ് നൈറ്റ്. കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമിരിക്കുകയാണ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.